എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ അരൂപി എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പാടിയ മറിയത്തെപ്പോലെ ഇന്ന് ഞാനറിയാതെ എൻ്റെ ആത്മാവും പാടിപ്പോവുകയാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ അരൂപി എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നിറഞ്ഞ നന്ദിയോടെ, നിറഞ്ഞ സ്നേഹത്തോടെ ഈ 50 കൊല്ലക്കാലം കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെയാണ്. എന്നെ ഞാനാക്കിയ എൻ്റെ അമ്മമാർ. എൻ്റെ ഇന്നത്തെ അസ്തിത്വത്തിൻ്റെ പ്രധാനമായിട്ട് എന്നെ സ്നേഹിക്കുന്ന, ഞാൻ ചാച്ചനെന്ന് വിളിക്കുന്ന എൻ്റെ ദൈവവും എൻ്റെ പ്രിയപ്പെട്ട അമ്മയായ പരിശുദ്ധ അമ്മയും എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഔസേപ്പിതാവും, അത് കഴിഞ്ഞാൽ എൻ്റെ സഭയിലെ അംഗങ്ങളുമാണ്. ഓരോ അനുഭവങ്ങളിലൂടെ എന്നെ വളർത്തുകയും എൻ്റെ തളർച്ചകളിൽ എന്നെ താങ്ങുകയും ഞാൻ വീണപ്പോൾ കൈപിടിച്ച് എന്നെ ഉയർത്തുകയും ചെയ്ത എൻ്റെ സഭയിലെ ഓരോ അധികാരികളെയും ഓരോ സിസ്റ്റേഴ്സിനെയും ഞാൻ ഒരുപാട് നന്ദിയോടെ അനുസ്മരിക്കുകയും അവർക്ക് വേണ്ടി എൻ്റെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സമർപ്പണ ജീവിതത്തിൻ്റെ 50-ാം പിറന്നാളിൽ എത്തി നിൽക്കുന്ന ഞാൻ കർത്താവിന് നന്ദി പറയാനല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല. എൻ്റെ ജീവിതമാകുന്ന തോണിയിൽ, ജീവിതമാകുന്ന വഞ്ചിയിൽ അമരത്തിരിക്കുന്ന ഈശോയുടെ വിരൽത്തുമ്പിലാണ് എൻ്റെ ജീവിതം മുഴുവൻ. ഞാൻ തളർന്നില്ല, പതറിയില്ല. ഈശോയ്ക്ക് നന്ദി. ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു എന്ന തിരുവചനം അനുസരിച്ച് 50 വർഷക്കാലം എന്നെ കൈപിടിച്ച് നടത്തിയ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കും എന്ന സങ്കീർത്തന വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അനർത്ഥമാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ 50 വർഷങ്ങൾ പിന്നിലോട്ട് നോക്കുമ്പോൾ നന്ദിയല്ലാതെ എന്തുണ്ട് പറയുവാൻ. ഈശോയെ, എന്നെ ഇത്രയും കാലം അങ്ങയോട് ചേർത്ത് നിർത്തിയതിനും അങ്ങയുടെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥന യാചിച്ചുകൊണ്ടും കരുണ യാചിച്ചുകൊണ്ടും ദൈവമേ അങ്ങേക്ക് സ്തുതി. കർത്താവിനെ ഞാൻ നിരന്തരം പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരത്തിലുണ്ടായിരിക്കും. സങ്കീർത്തകൻ്റെ ഈ വചനം എൻ്റെ നാവിലും എപ്പോഴും ഉതിർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണമുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എൻ്റെ സന്യാസ സമൂഹത്തിൽ വിളിക്കുകയും എല്ലാ കൃപകളും വരങ്ങളും ദാനങ്ങളും കൊണ്ട് അലങ്കരിക്കുകയും നിത്യം കാത്തുപരിപാലിക്കുകയും ചെയ്യുന്ന ആ സർവശക്തനായ ദൈവത്തോട് എങ്ങനെയാണ് നന്ദി പ്രകാശിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനി ശേഷിച്ചുള്ള കാലം സന്യാസ സൗഭാഗ്യം അനുഭവിച്ച ഈ ഘട്ടങ്ങളിൽ വചനാത്മകമായും വചനം മറ്റുള്ളവർക്ക് പങ്കുവച്ചും അനേകം മക്കളെ ദൈവത്തിലേക്ക് അടുപ്പിച്ചും
അങ്ങനെ നിത്യരക്ഷ പ്രാപിക്കാനും ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. അതിനായി ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുവിൻ, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. ഈ സാധൻ്റെ സന്നിധിയിലൂടെ ആരാധനയിൽ പ്രാർത്ഥനയിലൂടെ അവിടുന്ന് തന്ന ഈ വചനം ഏറ്റേറ്റു ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അവിടുന്ന് വീണ്ടും അരുളി ചെയ്യുകയാണ്, ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുവെന്ന്. അപ്പോൾ അവിടത്തോടുകൂടി മാസത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അവിടുന്ന് ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്ന ആ വചനത്തിലൂടെ എനിക്ക് കൂടുതൽ ദൈവത്തിൽ ഒന്നായി തീരുവാനുള്ള ആനന്ദമായ സ്നേഹവും കൃപയും അവിടുന്ന് തന്നതിനെ ഓർത്ത് ഞാൻ അവിടത്തേക്ക് നന്ദി പറയുന്നു. ഈ 50 വർഷക്കാലം എനിക്ക് ദൈവം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. സ്ഥാപപിതാവ് തൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നു, നന്ദി പറഞ്ഞ് ഞാൻ പരാജിതനായി പോയി എന്ന്. ഇനിയുള്ള എൻ്റെ ജീവിതകാലം മുഴുവൻ എന്നെ കാത്തുപരിപാലിച്ച, എന്നോട് മാറോട് ചേർത്ത് പിടിച്ച, കൈക്കുമ്പിളിൽ കൊണ്ട് നടന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം, നിറഞ്ഞ തലോടലായി എന്നുമേശുവേ. മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു, മാറോടെന്നെ ചേർത്തണച്ചു. എന്തോരാനന്ദം, എന്തോരാനന്ദം. സമർപ്പണത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ അത്ഭുതമെന്നേ എനിക്ക് പറയാനുള്ളൂ. ദൈവത്തിൻ്റെ അനന്തമായ കരുണയ്ക്കും നിർലോഭമായ സ്നേഹത്തിനു മുൻപിൽ നന്ദിയോടെ ശിരസ്സ് നമിക്കുന്നു. സ്നേഹത്തിൻ്റെ ജ്വലിക്കുന്ന തീപ്പന്തങ്ങളായി കൂടുതൽ നന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് നിത്യജീവൻ്റെ കിരീടത്തിനായി മുന്നേറാൻ ശ്രമിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുവൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. 50 വർഷത്തെ എൻ്റെ സന്യാസ ജീവിതത്തിൽ നിന്നും ഞാൻ പഠിച്ചത്, എൻ്റെ പ്രയത്നമോ ആഗ്രഹമോ അല്ല, ദൈവത്തിൻ്റെ കാരുണ്യമാണ് എന്നെ നയിക്കുന്നതെന്ന്. ഈ വചനം ഗ്രഹിച്ചപ്പോൾ യേശുവിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുവാനും യേശുവിനോടൊത്ത് ജീവിക്കുവാനും ഞാൻ അതിയായി ആഗ്രഹിച്ചു. അതിലുപരി സ്ഥാപകപിതാവിൻ്റെ വചനങ്ങൾ, സ്നേഹിക്കുകയാണ് നിങ്ങളുടെ ജോലി, സ്നേഹത്തിൽ നിങ്ങളെ ആരും പിന്നിലാക്കാതിരിക്കട്ടെ എന്നുള്ള വചനം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അതിലുപരി ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ലോകത്തിൽ നന്മയായി തീരുവാനും ഞാൻ ആഗ്രഹിച്ചു. ഈശോയാകുന്ന പ്രകാശഗോപുരത്തോട് ചേർന്ന് നിന്ന് പ്രകാശിച്ചിട്ട് 25 വർഷങ്ങൾ പിന്നിട്ടതിൻ്റെ സന്തോഷമുണ്ട്. ചെറുതും സാധാരണവുമായ കാര്യങ്ങളാണ് എൻ്റെ സമർപ്പിത ജീവിതത്തെ സൗന്ദര്യമുള്ളതാക്കി തീർക്കുന്നത്. പ്രാർത്ഥന, സാന്നിധ്യം, പങ്കാളിത്തം. ആമേൻ. ഈശോയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 22-26. കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും, അവർ സന്തോഷത്തോടെ ജീവിക്കും. അതെ, ഈ 25 വർഷങ്ങൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ സന്യാസിനി സമൂഹത്തിൽ ജീവിച്ചത്. ഓരോ സമൂഹത്തിലും ഓരോ അംഗങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ ഗുണങ്ങൾ ഞാൻ ഒപ്പിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
എന്നെ തിരുത്തി തരുമ്പോൾ ആ തിരുത്തലുകൾ സ്വീകരിക്കുവാനും അവരോടൊക്കെ ക്ഷമ ചോദിക്കാനും എന്നെ വളർത്തിയവരോട് സ്നേഹപൂർവ്വം പെരുമാറാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ചെറിയ ചെറിയ കഴിവുകൾ പോലും ഒരുപാട് പ്രോത്സാഹിപ്പിച്ച വ്യക്തികളാണ് എൻ്റെ സമൂഹാംഗങ്ങൾ. എൻ്റെ സമൂഹാംഗങ്ങൾ എന്നെ വളർത്തിയതിന്, സ്നേഹിച്ചതിന്, പരിപാലിച്ചതിന്, തെറ്റുകൾ തിരുത്തി തന്നതിന്, പ്രോത്സാഹനങ്ങൾ നൽകിയതിന് എല്ലാറ്റിനും എല്ലാവരോടും നന്ദി. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. സന്യാസ ജീവിതത്തിൻ്റെ 25 വർഷങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ചതിനും ഇനിയും അവിടുത്തെ വലങ്കയ്യാൽ പിടിച്ചു നടത്തുന്നതിനും നന്ദി. അസ്തമിക്കുകയില്ലൊരു നാളും ദൈവം നൽകിയിടും സ്നേഹം, അകന്നു പോവുകയില്ലൊരു നാളും അനന്തകാരുണ്യം. ഒരു നാളും മറയുകയില്ല, ഒരു നാളും പിരിയുകയില്ല അലിവേറും ദൈവസ്നേഹം. ഒരു നാളും മറയുകയില്ല, ഒരു നാളും പിരിയുകയില്ല അലിവേറും ദൈവസ്നേഹം. സങ്കീർത്തകനെ പോലെ ദൈവസ്നേഹത്താൽ എനിക്കും ഇതുപോലെ തന്നെ പാടാൻ തോന്നുന്നു. ദൈവമേ, അങ്ങ് എന്നോട് കാണിച്ച കാരുണ്യവും സ്നേഹവും എത്ര വലുതാണെന്ന്. ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചനാൽ സ്ഥാപിതമായ ചാരിറ്റി സന്യാസിനി സമൂഹത്തിലെ അംഗമെന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. ഈ 25 വർഷക്കാലം എന്നെ ഈ സഭയിൽ വളർത്തി ഞാനാക്കി മാറ്റിയ എൻ്റെ എല്ലാ സഭാംഗങ്ങളോടും, എൻ്റെ സഹോദരങ്ങളോടും, എൻ്റെ കൂട്ടുകാരോടും, എല്ലാവരോടും, എല്ലാറ്റിനുപരി ദൈവത്തോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും? എൻ്റെ ഈ സന്യാസ ജീവിതം ഈശോയുടെ കയ്യൊപ്പ് ചേർത്തിയ കരുണ എന്നിലേക്ക് പെയ്തിറങ്ങിയ 25 വർഷങ്ങൾ. കൂടെയുള്ളവരാരും കൂടെ പിറന്നവരല്ല, എങ്കിലും കൂടെ പിറന്നവരെക്കാൾ കരുത്തും കരുതലും കാവലും തന്ന് ചേർത്ത് നിർത്തിയവരാണ് എൻ്റെ സഹോദരിമാർ ഏവരും. അവരോടുള്ള നന്ദി വാക്കുകൾ കൊണ്ട് പറയാനാവില്ല. അവരുടെ പ്രാർത്ഥനകളും സൗഹൃദങ്ങളും പങ്കാളിത്തവും എൻ്റെ ജീവിതത്തിന് ആത്മബലം തന്നെ. ഈശോയോടൊപ്പമുള്ള എൻ്റെ സന്യാസ ജീവിതം സൗന്ദര്യവും സന്തോഷവും ആനന്ദവുമാക്കി തീർക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എണ്ണമില്ലാത്ത നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും ഈ ആയുസ് മുഴുവൻ നന്ദി മാത്രം. അത്ഭുതമല്ലോ നാഥാ നീ എന്നിൽ ചെയ്തതെല്ലാം, സുന്ദരമല്ലോ നാഥാ നിൻ വഴികളെല്ലാം. കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായൊരു കിരീടമായിരിക്കും. നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ രാജകീയ മകുടവും. ഈശോയുടെ കരങ്ങളിലെ മനോഹരമായൊരു കിരീടമായിരിക്കാൻ സന്യാസമാകുന്ന പൂന്തോപ്പിലേക്ക് അവിടെ നിന്ന് എന്നെ വിളിച്ചു. സന്യാസ ജീവിതത്തിൻ്റെ ആനന്ദവും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് നീണ്ട 25 വർഷം സന്യാസ ജീവിതത്തിലായിരിക്കുവാൻ എന്നെ അനുഗ്രഹിച്ച നല്ല തമ്പുരാന് ആദ്യമേ നന്ദി പറയുന്നു. പ്രാർത്ഥനയും സ്നേഹവും കരുതലും കൊണ്ട് എന്നെ അനുഗ്രഹിച്ച, വഴി നടത്തിയ എൻ്റെ സഭാംഗങ്ങളെ ഏറെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ഓർക്കുന്നു. ഈശോ, അങ്ങ് എന്നിൽ തെളിയിച്ച ദീപം എന്നും ഒളിമങ്ങാതെ പ്രകാശിക്കാൻ, അനേകർക്ക് പ്രകാശമേകാൻ എന്നെ അനുഗ്രഹിച്ചാലും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ജൂബിലി വേളയെ ദൈവവിളി എന്ന മഹാദാനം നൽകി അനുഗ്രഹിച്ച നല്ല ദൈവത്തിന് നന്ദി പറയുന്നു. നന്ദി പറയുകയില്ലാതെ ഞാൻ മറ്റെന്താണ് പറയേണ്ടത്? നമ്മുടെ സ്ഥാപക പിതാവ് പറയുന്നത് പോലെ നന്ദി പറയുന്നതോറും കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ എന്നിലേക്ക് വർഷിച്ച എൻ്റെ നല്ല ദൈവത്തിന് എന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. ഈ 25 വർഷം പിന്നിടുമ്പോൾ ദൈവത്തിൻ്റെ പരിപാലനയും എൻ്റെ കൂടെയുള്ള സഹോദരിമാരുടെ കരുതലും അനുഭവിച്ചു. എല്ലാറ്റിനും എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിന് കീർത്തനം പാടും. ആയുഷ്കാലം അത്രയും ഞാൻ എൻ്റെ ദൈവത്തെ പാടി സ്തുതിക്കും. സന്യാസ സമർപ്പണ വഴിയിൽ തമ്പുരാൻ കൈപിടിച്ച് നടത്തിയ ഓർമ്മകളെ സ്മരിക്കുന്നതോടൊപ്പം കുരിശിൻ്റെ വഴിയിൽ കരുതലായി നിന്ന ക്രൂശിത സ്നേഹത്തിനും സാഹോദര്യ സ്നേഹത്തിൻ്റെ സ്നേഹവലയം തീർത്തവർക്കും മുൻപിൽ
നന്ദിയോടെ ശിരസ് നമിക്കട്ടെ.